كفاني علم ربي من سؤالي. ഉസ്താദേ, ഈ വ്യാജന്മാരെ നമുക്ക് എങ്ങനെ അറിയാം? എല്ലാവരും തലപ്പാവും താടിയും ജുബയും ഇട്ടാണല്ലോ ഈ ചികിത്സാ രംഗത്തിരിക്കുന്നത്. അപ്പോൾ പാവപ്പെട്ട സാധുജനങ്ങൾക്ക് അറിയില്ലല്ലോ ഇത് വ്യാജനാണോ അല്ലയോ എന്ന്. അപ്പോൾ ഒരു വ്യാജനാണെന്നും അല്ലെങ്കിൽ ഇത് സത്യമാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? വ്യാജന്മാരെ എങ്ങനെ തിരിച്ചറിയാം? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഭൂരിപക്ഷവും വ്യാജന്മാരാണ്. നിങ്ങൾ നല്ല ആളുകളെ അന്വേഷിച്ച് പോയി വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി കണ്ടെത്തേണ്ടി വരും എന്ന ഒറ്റ വാക്കിൽ അതിന് വേണമെങ്കിൽ ഉത്തരം പറയാം. എങ്കിലും നമുക്ക് തിരിച്ചറിയാൻ വളരെ പെട്ടെന്നുള്ള ഒരു തിരിച്ചറിവിന് ചില വ്യക്തമായി പ്രത്യക്ഷത്തിലുള്ള ചില അടയാളങ്ങൾ. ഈ സാഹറന്മാരുടെ ഒരു പ്രത്യേകതയാണ് പേരും ഉമ്മയുടെ പേരും ചോദിക്കുക എന്നുള്ളത്. രോഗിയുടെ പേര് ചോദിക്കും, ഉമ്മയുടെ പേര് ചോദിക്കും, വാപ്പയുടെ പേര് അവർക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ ഉമ്മയുടെ പേര് ചോദിക്കുന്നത് സാഹറന്മാരാണ് എന്ന് സമൂഹത്തിൽ ഇപ്പോൾ ഒരു നമ്മെപ്പോലുള്ളവരുടെ പ്രചരണങ്ങളും മറ്റും കാരണമായി ഇപ്പോൾ ആളുകൾ ഉമ്മയുടെ പേര് മാത്രമല്ല വാപ്പയുടെ പേരും ചോദിക്കുന്നു. പക്ഷെ അതൊക്കെ വാപ്പയുടെ പേരൊക്കെ അവർക്ക് ആവശ്യമില്ല, ഉമ്മയുടെ പേരാണ് അവർക്ക് ആവശ്യം. യഥാർത്ഥത്തിൽ ഒരു രോഗിയെ ചികിത്സിക്കാൻ വേണ്ടി പേരിൻ്റെ ആവശ്യങ്ങളില്ല. പിന്നെ നമ്മൾ ഉപയോഗിച്ച പഴയ വസ്ത്രങ്ങൾ, നഖം, മുടി, അടിവസ്ത്രം, ഇങ്ങനെ പലതും ചോദിക്കും. അതൊക്കെ കൊണ്ടവർക്ക് ഈ സിഹർ ചെയ്യുന്ന രംഗത്ത് പലതും ചെയ്യാനുണ്ട്. ശൈത്താൻ ഉപയോഗിച്ചുള്ള ചില കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. മാത്രമല്ല നൂലുകൾ തരും കെട്ടാൻ വേണ്ടി, കുഴിച്ചിടാൻ വേണ്ടിയുള്ള സാധനങ്ങൾ തരും, കെട്ടി തൂക്കാൻ സാധനം തരും, വെള്ളത്തിൽ ഒഴുക്കാൻ തരും, അടുപ്പത്ത് പുകയ്ക്കാൻ തരും. പിന്നെ ചില മഹാന്മാരുടെ പേരിൽ അറുക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടും. പിന്നെ അറിയപ്പെട്ട മക്ബറകളുടെ പേരിൽ നേർച്ചകളും, പിന്നെ അവരുടെ പേരിൽ ഖുർആൻ പാരായണം ഓതാൻ വേണ്ടി ഒക്കെ തരും. അപ്പം ഇങ്ങനെയുള്ള ഖുർആനികമായ ചികിത്സയിൽ സത്യത്തിൽ ഇതൊന്നുമില്ല. അള്ളാഹുവിൻ്റെ കലാമ് രോഗി ഇരുത്തിക്കൊണ്ട് രോഗി കേൾക്കുന്ന വിധത്തിൽ തന്നെ ഓതി മന്ത്രിക്കുന്ന രീതിയാണ്. അവിടെ ചികിത്സകൻ വളരെ വ്യക്തതയോടുകൂടി രോഗിയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ ഷിഫയാണ്, അള്ളാഹുവാണ് ഷാഫി, ഷിഫ നൽകുന്നവൻ അള്ളാഹുവാണ്. അത് ഉറച്ച വിശ്വാസത്തോടുകൂടി ഇരിക്കുവാൻ വേണ്ടി, ചികിത്സയ്ക്ക് വിധേയമാകാൻ വേണ്ടി രോഗിയെ കൃത്യമായി ചികിത്സ ഓർമ്മപ്പെടുത്തിയിരിക്കും. അത് ഒരു ശരിയായ ചികിത്സയെ തിരിച്ചറിയാനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളെയും ഇത്തരത്തിലുള്ള കുഴിച്ചിടൽ നേർച്ചകളെന്ന് പറഞ്ഞാൽ ശരിയായ നേർച്ചകൾ വേറെയുണ്ട്. 2 റക്അത്ത് നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക ഒക്കെ നേർച്ചയായിട്ട് വരാം. പക്ഷേ ഇതങ്ങനെയല്ല. ഖുർആനും സുന്നത്തും ഒന്നും പഠിപ്പിക്കാത്ത തരത്തിലുള്ള വിവിധ തരത്തിലുള്ള, ഇപ്പോൾ മരത്തിൽ കൊണ്ടുപോയി തുണി കെട്ടുക, തൊട്ടിൽ കെട്ടുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ പല, പിന്നെ വലയും വയ്ക്കുക, ചില മരങ്ങളെ വലയം വയ്ക്കുക, ചില കബറുകളെ തവാഫ് ചെയ്യുക, ഇങ്ങനെയൊക്കെ പല നേർച്ചകളും ആവശ്യപ്പെടുന്നവരാണ് മന്ത്രവാദികൾ. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ചില ലക്ഷണങ്ങൾ മാത്രമാണ്. മാത്രമല്ല ചില മന്ത്രവാദികളെ ഇരുട്ട റൂമിലിരുന്ന് ആയിരിക്കും ചികിത്സിക്കുക. ഇരുട്ട റൂമിൻ്റെ ആവശ്യമില്ല. ഖുർആനിക മന്ത്രം നടത്തുന്നതിന് രാത്രിയെന്നോ പകലെന്നോ പ്രത്യേകമായൊരു സമയം ആവശ്യമില്ല. ഏത് സമയത്തും മന്ത്രിക്കാം, ഏത് സമയത്തും ചികിത്സിക്കാം. മന്ത്രവാദികളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെയാണ് അവർക്ക് ആവശ്യം. ചിലപ്പോൾ ഇരുട്ട് റൂം വേണം. വെളിച്ചമുള്ള റൂമിനെ ജനലൊക്കെ അടച്ച് ഇരുട്ടാക്കുന്ന രീതിയുമുണ്ട്. മാത്രമല്ല ചികിത്സിക്കുന്ന സമയത്ത് ജിന്ന് ഹാജറാവുന്ന മന്ത്രവാദികൾ, അവരുടെ ശരീരത്തിൽ ചില ലക്ഷണങ്ങൾ, അപസ്മാരത്തിൻ്റെ അല്ലെങ്കിൽ ചില വിറയലുകളൊക്കെ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പിന്നെ ചില അപശബ്ദങ്ങളുണ്ടാവും. പിന്നെ ആ ഉണ്ടായിരുന്ന വ്യക്തിയുടെ സംസാരവും ശൈലിയും ആയിരിക്കില്ല, വേറൊരു ശൈലിയിലുള്ള സംസാരവും രൂപവും ഒക്കെ വരും. അവർ പറയുന്ന ജിന്ന് ബാവ, ജിന്ന് ബീവി എന്നൊക്കെ ആയിരിക്കും പറയുക. ജിന്നാണ് ചികിത്സിക്കുന്നതെന്നൊക്കെ പറയും. ഇത് കൃത്യമായ വ്യക്തമായ മന്ത്രവാദമാണ്. ശരിക്ക് റുക്കിയ ഷറയ്യ ചെയ്യുന്നതിന് ഒരു ജിന്നിൻ്റെയും ആവശ്യമില്ല. അത് അള്ളാഹുവിൻ്റെ കലാം കൊണ്ടുള്ള ചികിത്സയാണ്. അതിൽ ശിഫ നൽകുന്നവൻ അള്ളാഹുവാണ്. രോഗിയുടെയും ചികിത്സകൻ്റെയും ആത്മാർത്ഥമായ ആഗ്രഹവും പ്രതീക്ഷയും നിയത്തും
അള്ളാഹു ശിഫ നൽകുമെന്നുള്ളത് തന്നെയാണ്. ഖുർആൻ കൊണ്ട് തന്നെയായിരിക്കും മന്ത്രിക്കുന്നത്, ദിക്ർ ദുആക്കൾ കൊണ്ട് തന്നെയാണ് മന്ത്രിക്കുന്നത്, അള്ളാഹുവിൻ്റെ നാമങ്ങളും വചനങ്ങളും കൊണ്ട് തന്നെയാണ് മന്ത്രിക്കുന്നത്. സംശയം വേണ്ട. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. كفاني علم ربي من سؤال